ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സെക്കൻഡ് ഷോ തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ നിന്നാണ് നമ്മൾ ചിത്തിനി മൂവി കാണുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത മൂവിയാണ്. മുഹബത്ത് നോവല്, കള്ളനും ഭഗവതിയും ഇപ്പം ചിത്തിനി, ഈ 3 പടം ഞാൻ കണ്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പടം കാണാൻ മുമ്പ് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ആ പടം പോയത്. പടം കാണാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെയാണ് പടം കാണാൻ വിചാരിച്ചത്, കണ്ടത്. അപ്പോൾ പടത്തിലേക്ക് വരാം. പടത്തിലെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ പടമാണ്, ചെറിയ കാസ്റ്റിങ്, ചെറിയ 1-2 ലൊക്കേഷൻസ്, കുറച്ച് ക്യാരക്ടേഴ്സ്, കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു പടം. വലിയ പ്രതീക്ഷകളൊന്നും വെച്ചല്ല ഞാൻ ഈ പടത്തിന് കയറിയത്. പക്ഷേ എനിക്കുണ്ടായൊരു ഫീലാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്കൊരു പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഒരു ഹൊറർ മൂവിയാണ്. ഇത് OTT വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല. കാരണം ഒന്നും ഫീൽ ചെയ്യില്ല. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ നോട്ട്സിലായതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് എഫക്റ്റും നല്ല സ്ക്രീൻ ഒക്കെ ഭയങ്കര സ്പെഷ്യൽ പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. അപ്പോൾ പടം എനിക്ക് കണ്ടു, എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, കുറച്ച് പെർഫോമൻസുകളെ കുറിച്ച്. പടത്തിലെ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഈസ്റ്റ് കോസ്റ്റ് വിജയ് ചേട്ടൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചോദിച്ചെടുക്കാം ഡയറക്ഷൻ എങ്ങനെ പോകുന്നു. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമിച്ചക്കാലക്കിൻ്റെ ഒരു മുഴനീളം നല്ലൊരു പെർഫോമൻസിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ വിനയ് ഫോർട്ടിൻ്റെ പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോശ നമ്മൾ കള്ളനും ഭഗവതിയിലും കണ്ടതാണ്. പടം തിയേറ്ററിൽ നിന്ന് കണ്ട പടമാണ് കേട്ടോ. എനിക്ക് വലിയ സംഭവം ഒന്നുമല്ല, ഞാൻ ഇരുന്ന് കണ്ടു. പടം കണ്ടു തീർത്ത് എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഫീലാണ് കിട്ടിയത്. കുറച്ച് ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഭവം ഒന്നുമല്ല, ഇപ്പോഴും പറയുന്നു. കണ്ടിരുന്നു തിയേറ്ററിൽ. ഞാൻ ടിക്കറ്റ് കൊടുത്ത് കാശ് കൊടുത്ത് കണ്ടു. അത് പടം ഞാൻ ഫുള്ള് കണ്ടിരുന്നു. എനിക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കാശ് പോയില്ല, അതൊരു ഫീൽ കിട്ടി. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പടമാണ്. പിന്നെ അപ്പോൾ അതിലഭിനയിച്ചുള്ള മോശയുടെ സൗണ്ട് ഡബ് ചെയ്തുള്ള ആരാന്നറിയില്ല. ഭയങ്കര സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ആളുടെ ലിപ്സൊക്കെ വന്നിരുന്നത്. ഒരു ഭയങ്കര ഒരു ഫീല് കിട്ടിയത്. അതൊരു ഭയങ്കര ഡബ് ചെയ്ത് അതിൻ്റെ ഒരു മിസ്റ്റേക്ക്, ടെക്നിക്കൽ മിസ്റ്റേക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോണി ആൻ്റണി ഉണ്ട്. ആളെല്ലാ പടങ്ങളിലും ഒരു ഭാഗമാണ്. അതുപോലെ ഈ പടത്തിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആൾ കിട്ടിയ ക്യാരക്ടർ ആൾ മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. സുധീഷിന് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ പടത്തിലുണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റോളിലാണ് വരുന്നത്. ആരതി നായർ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നിഷ പോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോണി ആൻ്റണിയുടെ മകളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ആരതി നായർ. കുറേ കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ള അമിച്ചക്കാലക്കുള്ള പെർഫോമൻസ് ആണ്. അത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഈ പടത്തിൽ വന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ആൾക്ക് ത്രൂ ഔട്ട് റോളുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ, ചിത്തിനെ തേടിയുള്ള ഒരു യാത്രയാണ്. അപ്പം അതിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടുപെടുത്ത സബ്ജക്റ്റൊക്കെ തന്നെയാണ്. കുറേ ഫിലിമിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു 2 മണിക്കൂർ നേരം തിയേറ്ററിൽ ഇരിക്കാൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഹൊറർ സീൻസൊക്കെ നമ്മൾ എന്തെങ്കിലും ഹൊറർ ഫിലിം കാണാൻ പോകുമ്പോൾ എന്തിനാണ് പേടിക്കാൻ. അതുപോലെ കുറേ നല്ല ഭാഗങ്ങളിൽ ഞാൻ പേടിച്ചു, നല്ല രീതിയിൽ പേടിച്ചു. എൻ്റെ ഒപ്പം നിങ്ങൾ 4-5 പേര് കൂടെ പോയത്, അവർക്കും ആ പേടി കിട്ടി. ഹൊറർ മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഉദ്ദേശിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ഫീല് സത്യം പറഞ്ഞാൽ മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചിട്ട് ഈ ഹൊറർ പടം മറ്റേ പടം കണ്ടിട്ടുണ്ട്, ഈ ഇന്ന പടം കണ്ടിട്ടുണ്ട്, എക്സ്ട്രാ കണ്ടിട്ടുണ്ട്. മലയാളത്തിന് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ തമിഴിലേക്കും ബോളിവുഡിലേക്കും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും, എന്നാലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. ഒരു 5-6 സീനിന് നല്ല രീതിയിൽ തന്നെ പേടിപ്പിച്ചിട്ടുണ്ട് തിയേറ്ററിൽ. ആ ഒരു പേടിപ്പിക്കുമ്പോൾ ആളുകളുടെ ഒളിമ്പകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു. പടത്തിന് ഏകദേശം ഒരു 10-50% ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് ഷോസിൻ്റെ എണ്ണം കുറവാണ്. അപ്പം ഈ വിഭാഗം ആളുകൾ, ഹൊറർ മൂവി ഇഷ്ടപ്പെടുന്ന ആളുകൾ പടത്തിനുണ്ടായിരുന്നു. അവരൊക്കെ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റി. പേടിച്ചിട്ടൊക്കെ ഫാമിലി കുട്ടികളെ ബോളിയിടുന്നൊരു സീനൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു 2 മണിക്കൂർ ഹൊറർ മൂവി കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പോയി കാണാം. നിങ്ങൾ ഒരു കാരണവശാലും ഹൊറർ മൂവി, നമ്മൾ പലതരത്തിലുള്ള ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ട്, ആ എക്സ്പെക്ടേഷനൊന്നും പോയത്. മലയാളത്തിൽ വന്ന ഒരു ചെറിയ പടമാണ്, ചെറിയ കാസ്റ്റിംഗ് ആണ്, ചെറിയ ക്രൂ ആണ്. ഇത് എല്ലാ വിഭാഗം ആളുകളൊക്കെ എന്താ പറയുക, ഒരു ഹൈ എക്സ്പീരിയൻസ്ഡ് ആളുകളൊന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മണിക്കൂർ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനത്തെ ഒരു മൂവി, ഒരു ചെറിയ മൂവി, ഒരു 1 ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഹൊറർ മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഈ പടം കിട്ടി. നമ്മൾ എന്തിനാണ് ഈ പടത്തിന് കയറിയത്, ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലുള്ള ആളുകളൊക്കെ നമുക്കറിയാം, എല്ലാവരും അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളും എല്ലാ ടെക്നിക്കലും എല്ലാവരും അങ്ങനത്തെ ഒരു ക്രൂ ആണ് ഇതിലുള്ളത്. അപ്പോൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ്, ഞാൻ എന്താണ് ഉദ്ദേശിച്ച് തിയേറ്ററിൽ കയറിയത് അത് എനിക്ക് കിട്ടി. അതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, മുകേഷ്.